ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 8th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ മോഷൻ ആൻഡ് ഫോഴ്സ് എന്ന ചാപ്റ്ററിന്റെ ലെറ്റ്സ് അസസ്സും ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് റീച്ചസ് ബി വിച്ച് ഈസ് 75 meter away. The uniform speed of the car is 25 meter per second. Another car with a uniform speed of 30 meter per second starts from A and reaches B through C. Which car will reach the first destination? അപ്പോൾ ഒരു കാർ ഉണ്ട്, ആ ഒരു കാറ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. ആദ്യത്തെ കാർ ഞാനിവിടെ ഒന്ന് ഇത് മായ്ക്കുന്നുണ്ട്, ചെറുതാക്കി എഴുതാം നമുക്ക്. ഓക്കെ, യെസ്. ആദ്യത്തെ ഒരു കാറ്, ഫസ്റ്റ് കാർ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കാറിന്റെ എയിൽ നിന്ന് ബിയിലേക്കാണ് പോയിട്ടുള്ളത് അല്ലെ. എയിൽ നിന്ന് ബിയിലേക്ക് പോയി. എത്ര ദൂരാണുള്ളത്? ഡിസ്റ്റൻസ് എത്രയാണ് എടുത്തിട്ടുള്ളത്? 75 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ദി യൂണിഫോം സ്പീഡ് ഓഫ് ദ കാർ ഇസ് 25 മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത്? സ്പീഡ് ഇസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇനി രണ്ടാമത്തെ കാർ നോക്കാം, സെക്കൻഡ് കാറിനെ നോക്കാം. സെക്കൻഡ് കാർ, another car with a uniform speed of 30 meter per second starts from A and reaches B through C. അടുത്തൊരു കാറ് എയിൽ നിന്ന് സിയിലേക്ക് പോയിട്ടാണ് ബിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ആദ്യത്തെ കാറ് എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഒരു വഴിയാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെ കാറ് എയിൽ നിന്ന് സി വഴിയാണ് ബിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് കാറിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സെക്കൻഡ് കാറിന്റെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഇത് പ്ലസ് എന്ത് വരും? ഇത് വരും അല്ലെ. അപ്പോ 50 പ്ലസ് 70 എത്ര വരും? 120 മീറ്റർ ആണ് രണ്ടാമത്തെ കാർ സഞ്ചരിച്ചത് അല്ലെ. അതിന്റെ സ്പീഡ് എത്രയാ തന്നിട്ടുള്ളത്? സ്പീഡ് തന്നിട്ടുള്ളത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് കാർ ആയിരിക്കും ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം എത്തിയിട്ടുണ്ടാവുന്നതാണ് ചോദിച്ചിട്ട്. എന്താണ്? ഏത് കാർ ആയിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം എത്തിയിട്ടുള്ളത് അല്ലെ. അപ്പോ സമയം കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലെ. സമയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം, സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ സമയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടൈം ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം കേട്ടോ. ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ആദ്യത്തെ കാറിന്റെ ഡിസ്റ്റൻസ് എത്ര? 75 ബൈ സ്പീഡ് എത്രയാ? 25. 75 ബൈ 25 എത്രയാ? 3 സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ. ആദ്യത്തെ കാറ് എന്ന് ബിയിലേക്ക് എത്താൻ 3 സെക്കൻഡ് ആണ് എടുത്തത്. രണ്ടാമത്തെ കാറിന്റെ നോക്കുക, ദൂരം എത്രയായിരുന്നു? 120 ബൈ സ്പീഡ് എത്രയാ? 30 അല്ലെ. അപ്പൊ എത്ര കിട്ടും? 12 ബൈ 3 എത്ര കിട്ടും? 4 സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ ആദ്യത്തെ കാറ് 3 സെക്കൻഡ് കൊണ്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയത്. രണ്ടാമത്തെ കാറോ 4 സെക്കൻഡ് കൊണ്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയത്. അപ്പൊ ഏത് കാറായിരിക്കും ആദ്യം എത്തിയിട്ടുള്ളത്? യെസ്, നമ്മളുടെ ഫസ്റ്റ് കാറായിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം എത്തിയിട്ടുണ്ടാവുക. ക്ലിയർ ആയല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബസ് starts from C and reaches D in 17 seconds. ഒരു ബസ് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡി എന്ന് പറയുന്ന പോയിന്റിൽ 17 സെക്കൻഡ് കൊണ്ടാണ് എത്തിയിട്ടുള്ളത്. ഇഫ് ദ യൂണിഫോം സ്പീഡ് ഓഫ് ദ ബസ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം സി ടു ഡി. ഈ ഒരു ബസ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് തന്നിട്ടുള്ളത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതെന്താണ്? ടൈം ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം സി ടു ഡി. സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലെ. എന്താണ് ഇക്വേഷൻ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡിനെ ടൈം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ആണ് ചെയ്യുക അല്ലെ. മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അപ്പൊ എത്രയാ? സ്പീഡ് എത്രയാണ്? 5 ഇൻറ്റു ടൈം എത്രയാണ്? 17. 17 ഇൻറ്റു 5 എത്രയാണ്? നമുക്ക് ചെയ്ത് നോക്കാം. 7 5 35 3 5 6 7 8 അല്ലെ. 85 എത്ര കിട്ടും? 85 മീറ്ററിന് കിട്ടും. എത്രയാണ് കിട്ടുക? 85 മീറ്ററിന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
How long will it take to hear thunder from 1 to 000? എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 മീറ്റർ എവേ. തണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇടി അല്ലെ? അപ്പൊ 12,000 മീറ്റർ അകലെയുള്ള എന്താണ്? 12,000 മീറ്റർ അകലെയുള്ള ഒരു ഇടിയുടെ സൗണ്ട് കേൾക്കാൻ നമ്മൾ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സൗണ്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ചില എക്സാം പേപ്പേഴ്സിൽ ഇപ്പോൾ എന്തെന്നാ സ്പീഡ് ഓഫ് സൗണ്ട് അല്ലെ? സൗണ്ട് ആണല്ലോ തണ്ടർ. സൗണ്ടിന്റെ എന്ത് തന്നിട്ടുണ്ടാവില്ല? സ്പീഡ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എന്ത്? സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 340 ആണ്. അതെപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ എത്രയാണ് ഡിസ്റ്റൻസ്? എത്രയാണ് തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 12,000 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? സ്പീഡും തന്നിട്ടുണ്ട് അല്ലെ? സ്പീഡും തന്നിട്ടുണ്ട്. സ്പീഡ് ഇസ് ഈക്വൽ ടു 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈമിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസിനെ എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക? സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്ര കിട്ടും? 12,000 ഡിവൈഡഡ് ബൈ 340 അല്ലെ? ഈ പൂജ്യവും വെട്ടി. ഇനി എന്ത് ചെയ്യണം? ഹരിക്കണം അല്ലെ? 1200നെ 34 കൊണ്ട് ഹരിക്കണം. നമുക്ക് നോക്കാം. 1200ഉം 34ഉം എത്ര പ്രാവശ്യം പോവും? 1-ൽ പോവില്ല, 2-ൽ പോവില്ല, 120-ൽ പോവില്ലേ? അപ്പൊ എത്ര പ്രാവശ്യം പോവും നോക്കാം? ഇൻറ്റു 3 പോവോ? യെസ്, 3 പ്രാവശ്യം പോവും അല്ലെ? അപ്പൊ 3-ൽ 102 എന്ന് വരും. ഇനി എന്ത് ചെയ്യാ? ഇത് കുറക്കുക അല്ലെ? ഇത് 1 ഇങ്ങനെയാവും അല്ലെ? 8ഉം 1ഉം വരും, 18 വരും. ഇനി എന്ത് ചെയ്യാ? ഈ പൂജ്യത്തിന് ഇറക്കിയിടാം. ഇനിയും നോക്കി നോക്കാം. 34 ഇൻറ്റു 6 നോക്കാം. 4, 2, 18ഉം 2ഉം 20, 6 വേണ്ട അല്ലെ? അപ്പൊ 34 ഇൻറ്റു 5 നോക്കാം. 5, 4, 20, 2, 15, 16, 17 അല്ലെ? അപ്പൊ എന്ത് വരും? 5 എന്ന് വരും അല്ലെ? 5-ൽ എത്ര പ്രാവശ്യം പോവും? 170 എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 1, 0. ഇനി വേണമെങ്കിൽ പോയിന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവുന്നേ ഉള്ളൂ. ഇത് ഏകദേശം 2 പോവും അല്ലെ? അപ്പോൾ എത്ര സമയം എടുക്കും? ടൈം ഇസ് ഈക്വൽ ടു എത്ര സമയം? 35.2 സെക്കൻഡ് എന്ന് കിട്ടും. എത്രയാണ്? 35.2 സെക്കൻഡ് എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത നോക്കാം. കംപ്ലീറ്റ് ദ പസിൽ ഗിവൺ ബിലോ. ഫോഴ്സിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെ? ബ്രിങ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ് അല്ലെ? റെസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ എന്താണ്? ബ്രിങ്സ് an object at rest to മോഷൻ അല്ലെ? റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? മോഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ എന്തെന്നാ? ക്യാൻ ചേഞ്ച് ഡയറക്ഷൻ അല്ലെ? ഡയറക്ഷൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാറ്റാനായിട്ട് പറ്റും. അടുത്ത എന്താ? ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് അല്ലെ? സ്പീഡ് കൂട്ടാനോ കുറക്കാനോ പറ്റും. അടുത്ത എന്തെന്നാ? ക്യാൻ ചേഞ്ച് ദി ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലെ? ഒരു ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും. എന്താണ്? മോഷനിലുള്ള ചലിക്കുന്നതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. റെസ്റ്റിലുള്ളതിനെ എന്തിനു ആക്കാൻ പറ്റും? മോഷനിലേക്ക് ആക്കാൻ പറ്റും. ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ക്യാൻ ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ക്യാൻ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോഴ്സിനെ കുറിച്ച് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും എക്സാമിന് വേണ്ടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.